ഒരു രാത്രി കടത്തിവിടാൻ നിള നന്നേ പാടുപെട്ടു. വെളുപ്പിനെപ്പോഴോ മയക്കം പിടിച്ചവളെ സേതി കുറച്ച് പാടുപെട്ടാണ് ഉണർത്തിയത്. "ഇത്തിരി കൂടി കിടക്കട്ടെ സേതി. ക്ലാസ്സിൽ പോണ്ടേ? ഇവിടെ കിടന്നുറങ്ങാനാണോ നീ ഹോസ്റ്റലിലേക്ക് വന്നത്?" ആ ഒരാഗ്രഹം കൂടി ഉണ്ടായിരുന്നു. അവിടുന്ന് ഇത്രയും ദൂരം എത്തേണ്ടത് കൊണ്ട് നേരത്തെ എണീറ്റ് വരണ്ടേ? ഇതാകുമ്പോൾ 10 മിനിറ്റ് തികച്ചില്ല. ക്ലാസ് തുടങ്ങാൻ നേരത്ത് പോയാൽ പോരെ? ബെസ്റ്റ്. എടി 8-ന് ചെന്നില്ലേ മെസ്സിന് ഫുഡ് കിട്ടില്ല കേട്ടോ. ഇതൊരുമാതിരി കൊലച്ചതിയായിപ്പോയി. നിള ഉറക്കം വിടാതെ തപ്പിപ്പിടിച്ചു എണീറ്റു. "ഇന്നലെ ഉറങ്ങില്ലേ? തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നത് ഞാൻ കണ്ടിരുന്നു. വല്ലതും മിണ്ടിയ നീ ഇനി കരഞ്ഞ് വിളിക്കുമോയെന്ന് വെച്ച് മിണ്ടാതിരുന്നതാ. നീ ആ ഫോൺ എടുത്ത്, ഞാൻ ചേച്ചിയൊന്ന് വിളിക്കട്ടെ." നിള എണീക്കാതെ തിരിച്ച് ബെഡിലേക്ക് തന്നെ കിടന്നു. സേതി ചാർജിൽ കിടക്കുന്ന ഫോൺ എടുക്കും മുന്നേ അതിൽജിത്തിൻ്റെ കോൾ വന്നു. "ദാ വിളി വന്നല്ലോ." അവൾ ഫോൺ നിളയ്ക്ക് നേരെ നീട്ടി. അവൻ്റെ ശബ്ദം കേൾക്കാൻ കൊതിച്ചു നിന്ന മനസ്സ് നിമിഷ നേരത്തിൽ കോൾ എടുത്തു. ജിതിൻ്റെ സംസാരത്തിൽ പതിവ് ഉണർവ് കണ്ടില്ല. നിളയ്ക്കും വാക്കുകൾ തടഞ്ഞു. നീലിമയും അവളോട് സംസാരിച്ചു. നീലിമയ്ക്ക് പറയാനുണ്ടായിരുന്നത് ശ്രദ്ധിക്കണം, ഫുഡ് കഴിക്കണം, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾക്ക് പോകരുത്. നിള അതൊക്കെ മൂളിക്കേട്ടു. "പറ്റില്ലെങ്കിൽ ഇങ്ങ് പോരെ നിള." ജിതിൻ്റെ ആ വാക്കിൽ നിളയുടെ ഉള്ളൊന്നുലഞ്ഞു. പിന്നെ അധികം സംസാരിക്കാൻ നിൽക്കാതെ നേരം പോയെന്ന് പറഞ്ഞവൾ വേഗം ഫോൺ വെച്ചു. രണ്ടാളും പെട്ടെന്ന് റെഡിയായി മെസ്സിലേക്ക് ചെന്നു. ഇത് കഴിക്കാനാണോ ഉറക്കം കളഞ്ഞ് ഓടിപ്പിടിച്ച് വന്നത്? ദോശ മുറിച്ച് ചമ്മന്തി എന്ന് പറയുന്ന പുളി കൂടിയ വെള്ളത്തിലേക്ക് മുക്കുന്നേരം നിള ദയനീയമായി സേതിയെ നോക്കി. "എടി ഇത് പിന്നെയും കൊള്ളാം. പിള്ളേർ കുറവല്ലേ? നാളെ എല്ലാവരും വന്നു കഴിയുമ്പോൾ ഇതിലും വെള്ളമാവും ചമ്മന്തി." സേതി ചിരിയോടെ പറയുന്നത് കേട്ട് നിള കണ്ണ് മിഴിച്ച് പാത്രത്തിലേക്ക് നോക്കി. അമ്മമ്മയുടെ തേങ്ങാ ചമ്മന്തിയും തക്കാളി ചമ്മന്തിയും സാമ്പാറുമൊക്കെ അവൾ ഒരു നിമിഷം ഓർത്തുപോയി. പിന്നെ എങ്ങനെയൊക്കെയോ 1.5 ദോശ ചമ്മന്തി തൊടാതെ ചവച്ചിറക്കി. ആദ്യ ദിവസം ആയതുകൊണ്ട് കുറച്ച് നേരത്തെ അവർ കോളേജിലേക്ക് ഇറങ്ങാൻ നോക്കി. പിങ്ക് ഷർട്ടും ഗ്രേ കളർ പാൻറ്റും കോട്ടുമാണ് അവരുടെ യൂണിഫോം. നിള പെട്ടെന്ന് റെഡിയായി. തോളൊപ്പം കിടക്കുന്ന മുടി ചുമ്മാ അങ്ങ് ഫ്രീ ആയിട്ടു. അവൾ ആകെ യൂസ് ചെയ്യുന്നത് ലിപ്സ്റ്റിക്കാണ്. പിങ്ക് ലിപ്സ്റ്റിക് നല്ലോണം തന്നെ ഇട്ടു. അതോടെ അവളുടെ ഒരുക്കം കഴിഞ്ഞു. സേതിക്ക് മുടിയൊക്കെ ഒതുക്കി കെട്ടി കണ്ണൊക്കെ എഴുതി ഒരുങ്ങിയിറങ്ങാൻ ഇത്തിരി സമയമെടുത്തു. അപ്പോഴേക്കും ഹോസ്റ്റലിൻ്റെ മുന്നിൽ തിരക്ക് പിടിച്ച് കുട്ടികൾ എത്തി തുടങ്ങിയിരുന്നു. വന്നവരെല്ലാം പെട്ടെന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കോളേജിലേക്ക് ഇറങ്ങി. ഹോസ്റ്റലിൽ നിന്ന് കോളേജിലേക്കുള്ള ഇടവഴി കുട്ടികളെ കൊണ്ട് നിറഞ്ഞിരുന്നു. പല കൂട്ടങ്ങളായി നടന്നു പോകുന്നവരെ നിള ഒന്ന് നോക്കി. ഇതിന് മാത്രം കുട്ടികൾ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നോ? ജൂനിയേഴ്സ് വരാനിരിക്കുന്നുള്ളൂ മോളെ. പിന്നെ നമ്മൾ ഇന്നലെ പോയ വഴി 1-2 വീട്ടിൽ പിള്ളേർ പെയിൻ ഗസ്റ്റായും നോക്കുന്നുണ്ട്. അത് കോളേജിലെ മെയിൽ സ്റ്റാഫുകൾ ആണെന്നല്ലേ നീ പറഞ്ഞത്? എൻ്റെ മറ്റേതൊന്നുമല്ല. നമ്മൾ പോയ വഴി കഴിഞ്ഞു അപ്പുറത്തേക്ക് തിരിഞ്ഞു പോകുമ്പോൾ കുറച്ച് വീടുകളുണ്ട്. അവിടുത്തെ കാര്യമാണ് പറഞ്ഞത്. നമുക്കും അങ്ങനെയൊന്ന് നോക്കാടി. ഇന്നത്തെ ചമ്മന്തിയോടെ മടുത്തു. അയ്യോ, നമ്മൾ പാവങ്ങൾ. വലിയ ഹോട്ടൽ മുതലാളിമാരൊന്നുമല്ലേ. PGക്ക് നിൽക്കാനൊക്കെ നല്ല എമൗണ്ട് കൊടുക്കണം. നിൻ്റെ റെൻ്റ് കൂടി ഞാൻ എടുക്കാടി. അയ്യോ വേണ്ടായേ. ആദ്യം നീ ഒരാഴ്ച ഹോസ്റ്റലിൽ നിന്ന് കാണിക്ക്. ഇതിപ്പോൾ നീ പറഞ്ഞു കേട്ട് ഞാൻ ഹോസ്റ്റൽ വിട്ടിട്ട് നാളെ നീ എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് കരഞ്ഞോടിയാലേ ഞാൻ പെട്ടുപോയത് തന്നെ. അവൾക്കും അക്കാര്യത്തിൽ വലിയ ഉറപ്പില്ലാത്തതുകൊണ്ട് നന്നായി ചിരിച്ചു കാട്ടുക മാത്രം ചെയ്തു. "അല്ല നിളേ, നിങ്ങളുടെ ഹോട്ടലൊക്കെ ആരാ ഇപ്പോൾ നോക്കി നടത്തുന്നത്?" "ജിതിനേട്ടൻ." "അപ്പോൾ അങ്ങേര് സിവിൽ എഞ്ചിനീയർ അല്ലേ?" "അതെന്താ, സിവിൽ എഞ്ചിനീയർക്ക് ഹോട്ടൽ നോക്കാൻ പറ്റില്ലേ?" ഒന്നും പറഞ്ഞില്ല. സേതി വേഗം വായ് മൂടി. "ജിതിനേട്ടൻ ഒരു മേൽനോട്ടം മാത്രമുള്ളൂ. നോക്കി നടത്താനൊക്കെ വേറെ ആളെ വച്ചിട്ടുണ്ട്." നടന്ന് രണ്ടാളും കോളേജ് ഗേറ്റ് എത്തി. ഡിഗ്രി സെക്ഷൻ കഴിഞ്ഞാണ് PG ബ്ലോക്ക്.
കുറച്ചു ദൂരം മുന്നോട്ട് നടക്കണം. അന്നേരം സേതിയുടെ കണ്ണ് UG സെക്ഷൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കായിരുന്നു. അധികം നോക്കേണ്ടി വന്നില്ല. പ്രതീക്ഷിച്ച ആള് വരാന്തയിൽ തന്നെ നിൽപ്പുണ്ട്. നിള കൂടെ ഉള്ളതുകൊണ്ട് ഒരു പുഞ്ചിരി മാത്രം ആ ആൾക്കായി അവൾക്ക് നൽകാൻ കഴിഞ്ഞുള്ളൂ. പിന്നെ ആ ഒരാളുടെ നോട്ടം മുഴുവനുമായും തൻ്റെ കൂടെ ഉള്ളവളിലേക്കാണെന്ന് അവൾക്കും നന്നായി അറിയാം. ഡി, ഞാൻ നിനക്കൊരാളെ പരിചയപ്പെടുത്തി തരട്ടെ? ചുറ്റുമൊന്ന് കണ്ണോടിച്ച് നിൽക്കുന്ന നിളയോട് സേതി തിരക്കി. ഞാൻ എൻ്റെ അപ്പച്ചിയുടെ മോനെ പറ്റി പറഞ്ഞിട്ടില്ലേ? ഉവ്വ, നിൻ്റെ ഫസ്റ്റ് ക്രഷല്ലേ? അവളാ പറഞ്ഞതിൽ സേതി ഒന്ന് വിറച്ചുയർത്തു. ഞാൻ പറഞ്ഞോ? പിന്നെ പറയാതെ. ക്ലാസ് തുടങ്ങിയ സമയം നമ്മൾ പരിചയപ്പെട്ടപ്പോൾ ചുമ്മാ ഞാൻ കയറി ചോദിച്ചത് മറന്നോ? അന്ന് നീ പറഞ്ഞ ആൾ തന്നെയല്ലേ ഇത്? സേതിക്ക് ഉത്തരം മുട്ടി. അവളോട് തുടർന്ന് മിണ്ടാനാവാത്തതുപോലെ. സേതി, ഡി, ഞാൻ ആരെയാണ് നോക്കുന്നതെന്നറിയോ? PG സെക്ഷനിലെത്തിയതും IT ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒന്ന് എത്തി നോക്കിക്കൊണ്ട് നിള ചോദിച്ചു. ഇല്ല, അവിടെ ആരാണ്? ഞാൻ നമ്മുടെ MCAയിലെ സനിച്ചേട്ടനെ ഒന്ന് നോക്കിയതാ. എന്തിന്? സേതി സംശയത്തിൽ അവളെ നോക്കി. ആള് കുറച്ചായില്ലേ എൻ്റെ പിന്നാലെ നടക്കുന്നു. ഞാനാണേൽ ഒരു റെസ്പോണ്ടും കൊടുത്തിട്ടില്ല. അതിന് നിനക്ക് എന്താ, വന്നേ. സേതി മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തിരിഞ്ഞ് അവളുടെ കൈയും പിടിച്ചു നടക്കാനൊരുങ്ങി. നീ ഒരു മിനിറ്റ് നിൽക്ക്, ഞാൻ ആള് വന്നിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. അതിൻ്റെ ആവശ്യം എന്താ? സേതിക്ക് പരിഭ്രമമായി. ഞാൻ ആളോട് യെസ് പറഞ്ഞാലൊന്ന് ആലോചിക്കാം. പെട്ടെന്നല്ലാട്ടോ, ഒന്ന് മിണ്ടിയും പറഞ്ഞ് നോക്കട്ടെ. എന്തായാലും എനിക്കൊരു ചേഞ്ച് ആവശ്യമാണ്. അപ്പോൾ അതിന് സപ്പോർട്ടീവായി കൂടെ ഒരാളുള്ളത് നല്ലതല്ലേ? അറിഞ്ഞിടത്തോളം ആളത്ര മോശമല്ല. സേതിയുടെ നാവും കാലും ഒരുപോലെ മരയിച്ചു. നീ വിട്ടോ, ഞാൻ ഒന്ന് നോക്കിയിട്ട് വരാം. നിള അവളുടെ കൈ പിടിച്ച് പെട്ടെന്ന് IT ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടന്നു. സേതി ഒന്നും ചെയ്യാനും പറയാനും കഴിയാതെ അവിടെ തന്നെ നിന്നുപോയി. അവളുടെ ഉള്ളിൽ കണ്ണു നിറച്ചു നിൽക്കുന്ന മറ്റൊരാളുടെ മുഖം തെളിഞ്ഞു. ആ വേദന ഓർക്കെ നിലയുടെ പിന്നാലെ സേതി വേഗം നടന്നു. തുടരും. സ്നേഹത്തോടെ, അഭിനവി.